വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് സാമ്പാർ പൊടിയുടെ സാമ്പാറാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത്. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളി സാമ്പാറാണ്. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കഷ്ണം കൂടുതലാകാൻ പാടില്ല. കഷ്ണം കൂടുതലായാൽ സാമ്പാർ വളരെ കട്ടിയായിരിക്കും, പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, കാണാനും ഭംഗിയുണ്ടാവില്ല, കഴിക്കാനും രുചിയുണ്ടാവില്ല. എന്നാൽ പരിപ്പും വളരെ കുറച്ചെടുത്താൽ മതി. നമ്മളിത് സാമ്പാർ വെക്കാനായിട്ട് ഒരു പച്ചക്കായ, ഒരു ക്യാരറ്റ്, 2-3 വെണ്ടയ്ക്ക, പിന്നെ ഒരു തക്കാളി, പിന്നെ 2-3 ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും കൂടി ഉണ്ട്. തൂരപ്പരിപ്പ് നമ്മളെ കയ്യിലില്ലാത്തത് കൊണ്ട് ഈ മസൂർ പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പരിപ്പ് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു 10 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ട്, എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ തേങ്ങയാണ് നമുക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വരിക. തേങ്ങ നല്ലവണ്ണം വറുത്തെടുത്ത് അരച്ചിതിൽ ചേർക്കുമ്പോഴാണ് ശരിയായ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക. നമ്മളെ പച്ചക്കറിയെല്ലാം നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട്. പച്ചക്കായയും ഉരുളക്കിഴങ്ങും വഴുതിനങ്ങയും ക്യാരറ്റും എല്ലാം കൂടി നമുക്ക് ഒന്നിച്ചിട്ട് വേവിച്ചെടുക്കാം. പുളി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു തക്കാളിയെ എടുത്തിട്ടുള്ളൂ. സാമ്പാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും, പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. സാമ്പാർ കഴിക്കാൻ മടിയുള്ള മക്കൾ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചിരിക്കും. ഈ ഒരു സാമ്പാറും ഒരു അച്ചാറും മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. പലതവണ നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിട്ട് കഷ്ണം കൂടിപ്പോയതുകൊണ്ട് തീരെ ടേസ്റ്റ് ഇല്ലായിരുന്നു. എല്ലാ കാര്യവും തന്നെ നമ്മൾ പലതവണ ശ്രമിച്ചാൽ എല്ലാം ശരിയായി വരും. അതുപോലെ തന്നെയാണ് ഈ സാമ്പാറിൻ്റെയും കഥ. പിന്നെ വെണ്ടയ്ക്ക, വഴുതിനങ്ങ ഇതൊക്കെ നല്ലവണ്ണം നോക്കിയിട്ടായിരിക്കണം അരിയേണ്ടത്. അങ്ങനെ പച്ചക്കറികളെല്ലാം അരിഞ്ഞിട്ടു. അപ്പോഴേക്കും നമ്മളെ പരിപ്പൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടാവും. നമുക്കൊരു ചട്ടിയിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് പരിപ്പ് വേവിക്കാൻ വെക്കാം. ചട്ടിയിൽ നിന്ന് നല്ലവണ്ണം തിളച്ച് വന്നപ്പോൾ നമ്മൾ കുക്കറിലേക്ക് മാറ്റി. കുക്കറിലാകുമ്പോൾ ഒറ്റൊരു വിസിലിന് നല്ലവണ്ണം വെന്ത് കിട്ടും. പിന്നെ ആ ചട്ടിയിൽ തന്നെ പച്ചക്കറികളെല്ലാം വേവിക്കാൻ ഇട്ട് കൊടുത്തു. കുറേ പാത്രം കഴുകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സാമ്പാർ വെക്കുമ്പോൾ മുരിങ്ങക്കായ ഇല്ലയെന്ന് വിചാരിച്ചിട്ടോ എല്ലാ വഴുതിനങ്ങ ഇല്ലയെന്ന് കരുതിയിട്ടൊന്നും സാമ്പാർ വെക്കാണ്ടിരിക്കുകയൊന്നും ചെയ്യേണ്ട. എന്തെങ്കിലും പച്ചക്കറി മതി, ഒരു 2-3 പച്ചക്കറി മതി. പിന്നെ നമ്മൾ അതിൽ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത സാമ്പാർ പൊടി മാത്രമാണ്. അത് 1 സ്പൂൺ ചേർക്കേണ്ടത് 2 സ്പൂൺ ആക്കി കൊടുത്താൽ മതി. അതിലെല്ലാം ചേർത്തിട്ടുള്ളതാണ്. മല്ലിയും മുളകും കായവും എല്ലാം ചേർത്ത് നല്ലവണ്ണം പൊടിച്ചെടുത്ത സാമ്പാർ പൊടിയാണ്. അതുകൊണ്ട് വേറൊരു മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഇപ്പം മനസ്സിലായല്ലോ. പരിപ്പും വളരെ കുറച്ച് മതി, സാമ്പാർ കഷ്ണങ്ങളും വളരെ കുറച്ച് മതി. എന്നാൽ തേങ്ങയോ അത് കുറച്ചധികമായ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ ചെറിയ ഉള്ളി ഒരു 5-10 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ തേങ്ങയും ചേർത്തു. പിന്നെ 4 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ചേർത്തത് നല്ല ജീരകമാണ്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും. ഇതൊക്കെ ചേർത്ത് നല്ലവണ്ണം വറുത്തെടുക്കണേ. നല്ല പൊരിയുന്ന രീതിയിൽ തന്നെ വറുത്തെടുക്കണം. വറുത്തെടുത്ത ശേഷം നല്ലവണ്ണം ആറിയ ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത ശേഷം മാത്രം വെള്ളമൊഴിച്ച് അരച്ചെടുത്താൽ മതി. എന്നാൽ നല്ലവണ്ണം അരഞ്ഞ് കിട്ടും ആദ്യം പൊടിച്ചെടുത്തിട്ട് അരച്ചാൽ. അത് മീൻ കറിക്കായാലും സാമ്പാറിനായാലും ഇങ്ങനെ അരച്ചെടുത്താലേ കറി ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ നല്ലവണ്ണം മെതിഞ്ഞിട്ടില്ലെങ്കിൽ കറി തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. ഇനി ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. അങ്ങനെ നമ്മളെ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ പരിപ്പ് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുമുണ്ട്. പരിപ്പൊഴിക്കാതെ സാമ്പാർ ഒരിക്കലും ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ചക്കറി കുറഞ്ഞാലും പരിപ്പും തേങ്ങ വറുത്തതും ഇല്ലെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും. എന്നാൽ പരിപ്പ് കൂടുതൽ ആകാനും പാടില്ല, കട്ടി കൂടാനും പാടില്ല. എല്ലാം കറക്റ്റ് അളവിലായിരിക്കണം സാമ്പാർ വെക്കുമ്പോൾ. അതങ്ങനെ പരിപ്പൊക്കെ വെന്ത് നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത സാമ്പാർ പൊടി ആയതുകൊണ്ട് എന്തോന്നറിയില്ല, നല്ല സ്മെല്ലും നല്ല രുചിയും ഉണ്ടായിരുന്നേ കറിക്ക്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ തേങ്ങയൊക്കെ പതുക്കെ ചെറിയ തീയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. കരിഞ്ഞ് പോകാനും പാടില്ല, എന്നാൽ നന്നായി മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ സാമ്പാർ ഉണ്ടാക്കുന്നത്?
സാമ്പാർ ഉണ്ടാക്കിയാൽ ഒരു ഗുണമുണ്ട്. പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ എന്താ രാവിലെ ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് പ്രത്യേക കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സമാധാനത്തോടെ എഴുന്നേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂളിലേക്ക് റെഡിയാക്കാൻ പറ്റും. കഷ്ണവും പരിപ്പെല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്കിതാ വെണ്ടക്ക നല്ലവണ്ണം വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാറിൽ വെണ്ടക്ക ചേർത്തിട്ടില്ലെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അല്ലേ? മുരിങ്ങക്ക ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ വെണ്ടയൊക്കെ നല്ലവണ്ണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാർ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് പുളി, വാളം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതലൊന്നും വേണ്ട, അധികം പുളി ആർക്കും ഇഷ്ടമല്ല, എന്നാൽ ആവശ്യത്തിന് പുളി വേണം താനും. ഇങ്ങനെ വെണ്ടക്ക ചേർത്ത് കൊടുത്താൽ വെണ്ടക്ക അടിഞ്ഞു പോകാതെ, എല്ലാ പച്ചക്കറിയും തന്നെ അടിഞ്ഞു പോകാതെ നമുക്ക് സാമ്പാറിൽ കിട്ടും. എന്നാൽ പരിപ്പോ ഒട്ടും കാണുകയുമില്ല. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് പരിപ്പ് വെന്തിട്ടില്ലെങ്കിലോ അത് തീരെ ശരിയാവില്ല. ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. നമ്മളിങ്ങനെയാണ് കറി ഉണ്ടാക്കാറ്. എല്ലാം ഒന്ന് വെന്ത് വന്നപ്പോൾ നമ്മൾ 1 സ്പൂണ് കൂടി സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മൂടി വെച്ച് നല്ലവണ്ണം ഒന്നുകൂടി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വറുത്തെടുത്ത തേങ്ങ അരച്ചിട്ട് വരാം. പിന്നെ തേങ്ങ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല കട്ടിയായിട്ടുണ്ടാവും. നല്ലതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള കട്ടിയുണ്ടാവും. അധികം കുറുകിയ കറിയും ആയിരിക്കില്ല, എന്നാൽ അത്യാവശ്യം കുറുകിയതുമായിരിക്കും. അതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഈ രീതിയിൽ ആരും സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണേ. അങ്ങനെ സാമ്പാറൊക്കെ നല്ലവണ്ണം തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇപ്പം എങ്ങനെയുണ്ട്? എത്ര കുറച്ച് പച്ചക്കറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കൊരു ചട്ടി നിറയെ കറി കിട്ടിയില്ലേ? പച്ചക്കറികൾക്കെല്ലാം വില കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സാമ്പാറിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണയാണ് സാമ്പാറിന് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണയൊക്കെ ചൂടായപ്പോൾ നമ്മൾ കടുകിട്ട് നല്ലവണ്ണം പൊട്ടിച്ച് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയ ശേഷം നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയൊക്കെ നല്ലവണ്ണം വഴറ്റിയ ശേഷം നമുക്കൊരു കളർഫുള്ളിന് വേണ്ടി, കറി നല്ലൊരു കളർഫുള്ളാകാൻ വേണ്ടി മാത്രം ഒരു തുള്ളി സാമ്പാർ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് അതുകൂടി നന്നായി വഴറ്റിയിട്ട ശേഷമാണ് നമ്മൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ കറിവേപ്പില മാത്രം മതി. ഇനി നിങ്ങളെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചെറിയതായി അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കണേ. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.